ഹലോ ഗൈസ്, ഇറ്റ്സ് മി ജോവിൻ ആൻഡ് വെൽക്കം ടു മോട്ടോ വ്ളോഗ്സ്. അപ്പോൾ ഈ നവംബറിൽ ഞാൻ ചെറിയൊരു മിഷനായിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. തൃശ്ശൂരുള്ള എല്ലാ യൂസ്ഡ് കാറും ഷോറൂം കവർ ചെയ്യുക, അവിടെയുള്ള ഏറ്റവും മികച്ച വാഹനങ്ങൾ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരിക. അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന, നിങ്ങൾ കാത്തിരിക്കുന്ന ഒരു യൂസ്ഡ് കാറ് ഭൂരിഭാഗവും നമ്മുടെ ഈ വീഡിയോയിൽ, ഈ മാസം നമ്മൾ ഇറക്കുന്ന വീഡിയോയിൽ ഉണ്ടാവും തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. കാരണം അത്രയും നല്ല വണ്ടികളാണ് നമ്മൾ കൊണ്ടുവരുന്നത്. പിന്നെ വിശ്വസിച്ച് നിങ്ങൾക്ക് വാങ്ങുകയും ചെയ്യാം. അത് നമ്മൾ വീഡിയോ ചെയ്യണത് മേജറായിട്ടുള്ള ആക്സിഡൻസ്, ഫ്ലഡ്, എഞ്ചിൻ കംപ്ലൈൻറ്റ് അങ്ങനെയുള്ള വണ്ടികളൊന്നും നമ്മൾ വീഡിയോയിൽ എടുക്കുന്നില്ല, നമ്മൾ ചെയ്യുന്നില്ല. നമ്മളുടെ സബ്സ്ക്രൈബേഴ്സിന്, ഞാൻ വഴി വരുന്ന ബയേഴ്സിന് മികച്ച വണ്ടികളെ കൊടുക്കുള്ളൂ എന്നൊരു ഉറപ്പ് നമ്മൾ ഷോറൂമുകാരുടെ നിന്ന് മേടിച്ചിട്ടുണ്ട്. മീഡിയ പേഴ്സൺ ആയതുകൊണ്ട് അതിൻ്റെ ഒരു ചെറിയൊരു ഭയം അവർക്ക് ഉണ്ടാവണമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് വിശ്വസിച്ച് വണ്ടി വാങ്ങാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് നമ്മുടെ ഈ ചാനൽ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. ഈ വരുന്ന എല്ലാ വീഡിയോസും നിങ്ങൾ നോക്കുക. കുറച്ച് വീഡിയോസ് നമ്മൾ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് നോക്കുക. അതിൽ വണ്ടി ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുക. അങ്ങനെ വണ്ടി വാങ്ങണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാം. എൻ്റെ സ്വന്തം നമ്പറാണ്. മെസ്സേജ് ചെയ്യുക അല്ലെങ്കിൽ ഡയറക്റ്റ് വിളിക്കുക. വണ്ടി വാങ്ങാനാണെങ്കിലും ഇനി നിങ്ങളുടെ വണ്ടി വിൽക്കാനാണെങ്കിലും എക്സ്ചേഞ്ച് ചെയ്യാനും ഫുൾ സപ്പോർട്ട് നമ്മൾ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, വീഡിയോയിലേക്ക് കിടക്കാം. ഇന്ന് നമ്മൾ കാർ ഹബിലെ വണ്ടികളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കൊണ്ടുവരുന്നത്. തൃശ്ശൂരുള്ളൊരു യൂസ്ഡ് കാറും ഷോറൂമാണ്. ഇവിടെ 40-ന് താഴെ വണ്ടികളുണ്ട്. അപ്പോൾ എല്ലാ വണ്ടികളും കൂടി ഒരുമിച്ചൊരു ഒറ്റ വീഡിയോയിൽ കാണിക്കാൻ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് 3 എപ്പിസോഡായിട്ടാണ് കാണിക്കുന്നത്. ഇത് ആദ്യത്തെ എപ്പിസോഡാണ്. ഇതിൽ നമ്മളൊരു 10ഓളം വണ്ടികളുടെ ഡീറ്റെയിൽസാണ് നമ്മൾ ഇതിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വണ്ടികളൊക്കെ നീറ്റായിട്ടുള്ള വണ്ടിയും കാര്യങ്ങളൊക്കെയാണ്. താല്പര്യം ഉണ്ടെങ്കിൽ മുകളിലുള്ള നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് വണ്ടി നമ്മളെ വെന്യൂ ആണ്. ഹോണ്ടയുടെ വെന്യൂ പോളാർ വൈറ്റ് കളർ വെന്യൂ. ഇത് 2020 മോഡലാണ്. അധികം ആയിട്ടില്ല വണ്ടി. 2020 മോഡലാണ്. ഹൈലൈറ്റ് 37,000 കിലോമീറ്റർ വണ്ടി ആകെ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണറാണ്. ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഡീസൽ വണ്ടിയാണ്. 37,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു വെന്യൂ നമുക്ക് സെക്കൻഡ് ഹാൻഡായിട്ട് വാങ്ങാൻ കിട്ടാമെന്ന് പറയുന്നത് വളരെ നല്ല ഒരു സംഭവം തന്നെയാണ്. 8,25,000 രൂപയാണ് ഇതിൻ്റെ ആസ്കിങ് പ്രൈസ്. പിന്നെ പിയാനോ ബ്ലാക്ക് കളറിലുള്ള ഒരു കോമ്പിനേഷൻ, അത് നന്നായിട്ടുണ്ട്. താഴെ ഒരു ക്ലാഡിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്കപ്പോൾ ഇന്ന് ഇൻറ്റീരിയർ നമുക്ക് നോക്കാം. ഇൻറ്റീരിയർ നമ്മൾ നോക്കുമ്പോൾ ആദ്യം തന്നെ കണ്ണിപ്പെടുന്നത് ഇതിൻ്റെ സീറ്റാണ്. വൈറ്റ് കളർ കോൺട്രാസ്റ്റ് സ്റ്റിച്ചിങ് ഒക്കെ കൊടുത്തിട്ടുള്ള സീറ്റ്, അത് നന്നായിട്ടുണ്ട് കേട്ടോ, വൈറ്റ് കളറ്. പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സീറ്റ് കാര്യങ്ങൾ, ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ അല്ല, മാനുവൽ അഡ്ജസ്റ്റ്മെൻ്റ് ആണെന്ന് തോന്നുന്നു. പിന്നെ സെൻട്രൽ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ഉണ്ട്, ടച്ച് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ഉണ്ട്. പിന്നെ മാനുവൽ വണ്ടിയാണ്. ഗിയർ ഷിഫ്റ്റ്, നല്ല ഡാഷ്ബോർഡ് കാര്യങ്ങൾ. ഡാഷ്ബോർഡൊക്കെ ക്ലീനാണ്. ഇൻറ്റീരിയറും ക്ലീനാണ്. ഒരു പുതുമ ഈ വണ്ടിയിൽ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം അത്ര ഓടിയിട്ടുള്ള 2020 മോഡലുമാണ്. അപ്പോൾ ഇനി നമുക്കൊന്ന് ബാക്ക് സൈഡ് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ബാക്കിലെ സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ബോട്ടിൽ ഹോൾഡേഴ്സ് വന്നിട്ടുണ്ട്. മനോഹരമായ സീറ്റ്, വൈറ്റ് സ്റ്റിച്ചിങ് നന്നായിട്ടുണ്ട്. വീണ്ടും ഇഷ്ടമായി. സീറ്റ് ബെൽറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നീറ്റായിട്ടുള്ള ഒരു വണ്ടി. വെന്യൂ 2020 മോഡൽ വണ്ടി. വീണ്ടും പറയുന്നു, സിംഗിൾ ഓണറാണ്. ആകെ 37,000 കിലോമീറ്ററേ ഓടിയിട്ടുള്ളൂ. ആസ്കിങ് പ്രൈസ് എന്ന് പറയുന്നത് 8,25,000 മാഗസിൻ ഹോൾഡറും കാര്യങ്ങളൊക്കെ ഉണ്ട്. 5 പേർക്ക് സുഖമായിട്ടിരിക്കാം കേട്ടോ. സെൻട്രൽ ടണൽ അത്ര വലിയ ടണലൊന്നും അല്ലാത്തതുകൊണ്ട് 5 പേർക്ക് സുഖമായിട്ടിരിക്കാം. ഡീസൽ വണ്ടി, വൈറ്റ് കളറ്, നല്ല സ്ക്രാച്ചും കാര്യങ്ങളൊന്നുമില്ല ആയിട്ടുള്ള വണ്ടിയാണ്. ഹോണ്ടയുടെ വെന്യൂ. പിന്നെ ഡോക്ടറുടെ വണ്ടിയാണ്, അതും ഒരു ഹൈലൈറ്റാണ്. പിന്നെ ഈ രണ്ടാമത്തെ വണ്ടി നമ്മൾ എക്കോസ്പോർട്ടാണ്. ഫോർഡിൻ്റെ എക്കോസ്പോർട്ട്. ഫോർഡിൻ്റെ ഞാൻ പറയാണ്, ഫോർഡ് കമ്പനി നിർത്തി പോയിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് വാങ്ങാട്ടോ. കാരണം ഫോർഡ് എൻ്റെ സർവീസും സ്പെയർ പാർട്ടൊക്കെ ഇപ്പോഴും അവൈലബിൾ ആണ്. ഒരു കുഴപ്പമില്ല. അതൊക്കെ വളരെ നീറ്റായിട്ട് കമ്പനി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങാം. എക്കോസ്പോർട്ടിൻ്റെ ഡീറ്റെയിൽ പറയുകയാണെങ്കിൽ ഇത് 2020 മോഡൽ എക്കോസ്പോർട്ടാണ്. സിംഗിൾ ഓണറാണ്. ടൈറ്റാനിയം വേരിയൻ്റ് ആണ്. 44,000 കിലോമീറ്ററാണ് വണ്ടി ഓടിയിട്ടുള്ളത്. ഡീസലാണ്. ഓക്കെ, 8,90,000 രൂപയാണ് ഇതിൻ്റെ ആസ്കിങ് പ്രൈസ് എന്ന് പറയുന്നത്. എക്കോസ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എവിടെയും കൊണ്ടുപോകുന്നൊരു വണ്ടി ഒക്കെ തന്നെയാണ്. റൂഫ് റെയിൽ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സൺവൈസർ കാര്യങ്ങൾ, നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെ ഉള്ള വണ്ടിയാണ്. നമുക്ക് ഇൻറ്റീരിയർ ഒന്ന് നോക്കി കാണാം. നമുക്കിങ്ങനെ ഹൈ റേഞ്ച് ഏരിയയിലൊക്കെ എക്കോസ്പോർട്ട് നന്നായിരിക്കും. ആ ദൃശ്യത്തിൽ നമ്മുടെ ലാലേട്ടൻ യൂസ് ചെയ്യണ വണ്ടി എക്കോസ്പോർട്ടാണ് കേട്ടോ. ടൈറ്റാനിയം വേരിയൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ഓപ്ഷൻ വേരിയൻ്റ് ആണ്. മറ്റേ ഡോർ ലോക്ക് സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ വണ്ടി ഫോർഡിൻ്റെ തന്നെ വണ്ടിയാണ്. നല്ല പെർഫോമൻസ് ആട്ടോ വണ്ടി. വളരെ ലോ കോസ്റ്റ് മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെയാണ്. മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാവുന്ന സീറ്റ് കാര്യങ്ങൾ, സീറ്റൊക്കെ നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള വണ്ടിയാണ്.
മാനുവലാണ്. ടച്ച് സ്ക്രീനൊക്കെ ഉണ്ട്. ലേറ്റസ്റ്റ് മോഡലായ കാരണം നല്ലൊരു ടച്ച് സ്ക്രീനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നീറ്റായിട്ടുള്ള ഒരു ഇൻറ്റീരിയറാണ് വരുന്നത്. എക്കോസ്പോർട്ട് ഹാൻഡ് റെസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൽ താഴെ ഒരു സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ വളരെ എന്താ പറയുക ഫങ്ഷനാലിറ്റി കീപ്പ് ചെയ്യുന്ന ഒരു വണ്ടി കേട്ടോ. നമുക്ക് ഫാമിലി ഒക്കെ കൊണ്ടുപോകാനും ലഗേജ് കൊണ്ടുപോകാനും ഇത്തിരി നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള കാരണം അത്യാവശ്യം കുഴപ്പം പിടിച്ച റോഡിൽ കൂടെ ഒക്കെ പോകാനും ഒക്കെ ഇതിന് നമുക്ക് ഉപകരിക്കുന്ന ഒരു വണ്ടിയാണ് ഫോർഡ്. റിലയബിൾ ആയിട്ടുള്ളൊരു വണ്ടിയാണ്. പിന്നെ ഇപ്പോഴും സർവീസും സ്പെയർ പാർട്ടൊക്കെ അവൈലബിൾ ആയതുകൊണ്ട് പിന്നെ അങ്ങനെ ഒരു പ്രശ്നമില്ല. പിന്നെ കാല് താഴെയൊക്കെ സീറ്റിൻ്റെ അടിയിൽ നല്ല സ്പേസ് ഉള്ള കാരണം കാലൊക്കെ ഇങ്ങനെ ഉള്ളിലേക്ക് തിരികെ വെച്ച് നന്നായിട്ട് ട്രാവൽ ചെയ്യാം. നീറ്റാണ്. റൂഫൊക്കെ നീറ്റാണ്. ചെളിയും കാര്യങ്ങളൊന്നും ഇല്ല. പാർസൽ ട്രേ പിന്നിലേക്കുള്ള റീഡിങ് ലൈറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. 5 പേർക്ക് സുഖമായിട്ട് ട്രാവൽ ചെയ്യാം. അപ്പോൾ ടൈറ്റാനിയം വേരിയൻറ്റ്, പിന്നിൽ ടയർ കവർ ചെയ്തിട്ടുള്ള ഇത് നല്ല രസമായിട്ടുണ്ട്. പിന്നെ ഇതും ഒരു ഡോക്ടറുടെ വണ്ടിയാണ്. അപ്പോൾ അതെന്താ കംപ്ലീറ്റ് ഡോക്ടർമാരുടെ വണ്ടിയാണുള്ളത്. അപ്പോൾ എക്കോസ്പോർട്ട്. ഇനി അടുത്ത വണ്ടി എന്ന് പറയുന്നത് ഹുണ്ടായുടെ ക്രെറ്റയാണ്. അത് 2016 മോഡൽ വണ്ടി കേട്ടോ. ഓട്ടോമാറ്റിക് വണ്ടിയാണ്. SX വേരിയൻ്റാണ്. 1.6 ക്രെറ്റ. ഓക്കെ. അത് പ്രൊജക്ടർ, LED ഹെഡ് ലാമ്പ്, ഫോഗ് ലാമ്പ് കാര്യങ്ങളൊക്കെ, ഗ്രേ കളറ്, നല്ല വണ്ടി. ഇതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് നോക്കാം. 2016 മോഡൽ വണ്ടിയാണ്. സെക്കൻഡ് ഓണറാണ്. 59,000 കിലോമീറ്ററാണ് വണ്ടി ഓടിയിട്ടുള്ളത്. ഡീസൽ വണ്ടിയാണ്. ഇതിന് ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 11,25,000 രൂപയാണ്. അത് നമ്മളീ പറയുന്ന പ്രൈസിലൊക്കെ എല്ലാ വണ്ടികളിലും ചെറുതായിട്ട് അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ വരും കേട്ടോ. ഫൈനൽ പ്രൈസ് ഒന്നുമില്ല. നെഗോസിയേഷൻസ് ഓൾവേസ് ഓപ്പൺ ആണ്. റൂഫ് റെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് വണ്ടിക്ക്. അപ്പോൾ പ്രൈസ് നോക്കാം. വണ്ടിയുടെ പ്രൈസ് എന്ന് പറയുന്നത് വണ്ടിയുടെ കണ്ടീഷൻ, ഓടിയിട്ടുള്ള കിലോമീറ്റേഴ്സ്, ഓണർഷിപ്പ്, ഇതിനൊക്കെ ബേസ് ചെയ്തിട്ടാണ് വരിക. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ വേറെ എവിടെയെങ്കിലും ഇതേ മോഡൽ, ഇപ്പോൾ ഈ കറക്റ്റഡ് അല്ല മറ്റേതെങ്കിലും മോഡൽ കാണും, അവിടെ വില കൂടാൻ കുറയാൻ വേറെ ഷോറൂമുകളിലൊക്കെ. അപ്പോൾ അത് വണ്ടികളെ ബേസ് ചെയ്തിട്ടാണ് പ്രൈസും കാര്യങ്ങളൊക്കെ വരിക. അപ്പോൾ അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ക്രെറ്റയിലേക്ക് മടങ്ങി വരാം. ഇത് പറഞ്ഞ പോലെ 2016 മോഡൽ വണ്ടിയാണ്. ഇപ്പോൾ ക്രെറ്റയൊക്കെ എന്ന് പറയുന്നത് ഈ മിഡ് സൈസ് SUV സെഗ്മെൻറ്റിൽ റൂൾ ചെയ്യുന്നതാണ് ക്രെറ്റ. അപ്പോൾ ഈ ക്രെറ്റ ഈ മോഡലൊക്കെ വന്നതോടെയാണ് ഇങ്ങനെ എന്താ പറയുക മനസ്സുകളിലേക്ക് ഇടിച്ച് കയറിയ മോഡലാണ് ഈ ക്രെറ്റ. അപ്പോൾ ഒരുപാട് വിജയിച്ചിട്ടുള്ളൊരു മോഡലാണ് വണ്ടി. അപ്പോൾ നിങ്ങൾക്ക് ഹുണ്ടായുടെ ക്രെറ്റ വാങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കാം. സൺഗ്ലാസ് ഹോൾഡർ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. റീഡിങ് ലൈറ്റ്സ് ഉണ്ട്. നല്ല ഒരു ബീജ് കളറിലുള്ള സീറ്റ്, ബ്ലാക്കും ബീജും ചേർന്നിട്ടുള്ളത്, നല്ല കുഷ്യനൊക്കെയുള്ള സീറ്റും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ മാനുവലി അഡ്ജസ്റ്റ് ചെയ്യുന്ന സീറ്റും കാര്യങ്ങളൊക്കെയാണ്. സ്കപ്പ് പ്ലേറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല കളർ, ബോഡി കളറൊക്കെ നന്നായിട്ടുണ്ട്. നമുക്കൊന്ന് റിയർ സീറ്റ് ഒന്ന് നോക്കാം എങ്ങനെയുണ്ടെന്ന്. പിന്നിൽ സ്പീക്കേഴ്സ് കാര്യങ്ങൾ, റിയർ AC വെൻസ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. മാഗസിൻ ഹോൾഡർ ഉണ്ട്. ചാർജിങ് പോയിൻ്റ് ഉണ്ട്. 5 പേർക്ക് സുഖമായി യാത്ര ചെയ്യാം. സ്പേഷ്യസ് ആണ്. ലെഗ് റൂമും ഹെഡ് റൂമും തൈ സപ്പോർട്ടൊക്കെ നല്ല രീതിയിൽ വരും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് 2 ആൾക്കാരെ യാത്ര ചെയ്യണുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാൻഡ് റെസ്റ്റ് ഉണ്ട്. നമുക്ക് ഇത്തിരി ടൈറ്റായിട്ടാണ് ഇരിക്കുന്നത്. ഹാൻഡ് റെസ്റ്റിൽ കപ്പ് ഹോൾഡർ അടക്കം ഉള്ള ഒരു മോഡലാണ്. അപ്പോൾ നമുക്ക് സുഖമായി 2 കുപ്പിയൊക്കെ അതിൽ വെച്ച് 2 പേർക്ക് വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ യാത്ര ചെയ്യാം. പിന്നെ അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ സീറ്റൊക്കെ നമുക്ക് മടക്കി വെച്ചിട്ട് ബൂട്ട് സ്പേസ് ആക്സസ് ചെയ്യുകയൊക്കെ ചെയ്യാം കേട്ടോ. അതൊക്കെ അവിടെ അങ്ങനെ എല്ലാ വണ്ടിയിലുള്ള പോലെയൊക്കെ തന്നെയുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹുണ്ടായുടെ ക്രെറ്റ 2016 മോഡൽ SX വേരിയൻറ്റ്. ഓട്ടോമാറ്റിക്കാണ്. ആസ്കിംഗ് പ്രൈസ് 11,25,000 രൂപ. ഓക്കെ. സെക്കൻഡ് ഓണറാണ് വണ്ടി കേട്ടോ. ഇനി നമ്മൾ വരുന്നത് പോളോ ആണ്. പോളോയുടെ റെഡ് കളർ പോളോ ഇന്നും എനിക്ക് ഈ പോളോയ്ക്ക് റെഡ് കളറാണ് ഏറ്റവും കൂടുതൽ ചേരുക. അതൊരു അഴക് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് പറയാം. ഇത് 2012 മോഡൽ പോളോ വണ്ടിയാണ്. തേർഡ് ഓണറാണ്. 1,12,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഡീസലാണ്. ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 3.25 ലക്ഷമാണ്. 3,25,000 രൂപ കേട്ടോ. ഇതിൻ്റെ എന്താ പറയുക വിൻഡോ ബ്ലാക്ക് ഔട്ടും കൂടി ചെയ്യുകയാണെങ്കിൽ അടിപൊളിയാണ്. പക്ഷെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ MVD പിടിക്കും. ഇല്ലെങ്കിൽ ഒരു ഭംഗി തന്നെയാട്ടോ കാണാൻ. പിന്നെ ഇൻറ്റീരിയറൊക്കെ ബീജും ബ്ലാക്കും അതും നല്ല രസമായിട്ടുണ്ട് വണ്ടി. അപ്പോൾ കിലോമീറ്ററൊക്കെ അത് നോക്കാം. തെളിഞ്ഞ് കാണുന്നില്ല. എന്നാലും ഒന്നുകൂടി പറയാം, 1,12,000 കിലോമീറ്ററാണ് വണ്ടി ഓടിയിട്ടുള്ളത്. 2012 മോഡല്, തേർഡ് ഓണർ കേട്ടോ. 3.25 ലക്ഷം.
അപ്പോൾ ആ പഴയ ആ പോളോയുടെ നമുക്കിപ്പോൾ ഇൻറ്റീരിയർ നോക്കാം. നീറ്റായിട്ടുള്ള അത്യാവശ്യം കുഴപ്പമില്ലാത്ത 2012 മോഡലാണ്. അപ്പോൾ കുറച്ച് വർഷത്തെ പഴക്കമൊക്കെ വണ്ടിയിൽ കാണിക്കും, അതങ്ങനെയുണ്ട്. അപ്പോൾ ആ ഒരു സംഭവം അവിടെ ഉണ്ട്. എന്നാലും നീറ്റായിട്ടുള്ളൊരു വണ്ടിയാണ്, നല്ല കണ്ടീഷനിലിരിക്കുന്ന ഒരു വണ്ടി കേട്ടോ. അപ്പോൾ പോളോ വേണമെന്ന് താല്പര്യമുള്ള ആൾക്കാർക്ക് ഈ വണ്ടി നല്ലൊരു ഓപ്ഷനായിരിക്കും വാങ്ങാൻ. പിന്നിലൊക്കെ നമുക്ക് സീറ്റ് കാര്യങ്ങളൊക്കെ, സീറ്റ് ചെറുതായിട്ടൊന്ന് അഴുക്കൊക്കെ ആയിട്ടുണ്ട്, ഒന്ന് നീറ്റാക്കി എടുക്കാനുള്ളതുണ്ട്, എന്നാലും കുഴപ്പമില്ല. പിന്നെ ഇലക്ട്രിക് വിൻഡോയൊന്നുമല്ല, മാനുവൽ തന്നെ തിരിക്കണം. പിന്നെ എക്സ്ട്രാ ആക്സസറീസ് പോലെ ആൻറ്റിന കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, സ്പോയിലർ കൊടുത്തിട്ടുണ്ട്. പോളോ കണ്ട, എന്നിട്ട് ഇത് എഴുതിക്കണ വൈറ്റ് ഫോഗ് പോളോ. പിന്നെ ഫോഗ് വൈറ്റ് കളർ അല്ലാണ്ട് വേറെ എന്തെങ്കിലും കളർ വരുമോ? അപ്പോൾ പിന്നെ താഴെ സ്പോട്ടി എക്സോസ്റ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല സ്പോട്ടിയിലൊക്കെ ഉള്ളൊരു പോളോ റെഡ് കളറ് 2012 മോഡല്. ഇനി അടുത്തത് വരുന്നത് സ്വിഫ്റ്റ് ആട്ടോ. ഇത് 2005 മോഡൽ സ്വിഫ്റ്റാണ്. ഇത്തിരി പഴയ കാർന്നവരാണ്, 2005 മോഡല്. പക്ഷേ 2025 വരെ ടാക്സ് പെർമിറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. 1,05,000 കിലോമീറ്റർ ഈ വണ്ടി ഓടിയിട്ടുണ്ട്. പെട്രോൾ വണ്ടിയാണ്. ചുളു വിലയ്ക്ക് നിങ്ങൾക്ക് ഇത് കിട്ടും കേട്ടോ. 1,87,000 രൂപയാണ് ആസ്കിംഗ് പ്രൈസ്, നെഗോഷ്യബിളാണ്. അപ്പോൾ ചുളു വിലയ്ക്ക് നിങ്ങൾക്കൊരു സ്വിഫ്റ്റ് കിട്ടും. പിന്നെ വണ്ടിയുടെ മറ്റേ ഒരു ഉള്ളിലൊക്കെ ഒന്ന് നോക്കാം എങ്ങനെയുണ്ട് കണ്ടീഷൻ എന്നുള്ളത്. പഴയ വണ്ടിയല്ലേ, അപ്പോൾ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കണമല്ലോ. അപ്പോൾ ഡോറിൽ നോക്കുകയാണെങ്കിൽ സ്പീക്കർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. മറ്റേ ബോട്ടിൽ ഹോൾഡർ വയ്ക്കാനുള്ള സ്പേസ് ഒന്നും സ്വിഫ്റ്റിലില്ലല്ലോ, ബോട്ടിൽ വയ്ക്കാനൊന്നും പറ്റുന്നില്ല. വേണമെങ്കിൽ ചെറിയ മാഗസിനോ മാപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വയ്ക്കാം. സ്റ്റിയറിങ് കവറ് കാര്യങ്ങളൊക്കെ കുഴപ്പമില്ല. ഡാഷ്ബോർഡൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ക്ലീനായിട്ട് ഇരിക്കുന്നുണ്ട്. 2005 മോഡൽ വണ്ടിയാണെങ്കിലും ഇൻറ്റീരിയർ അത്രയും ഒരു പഴക്കം തോന്നിക്കുന്നില്ല കണ്ടിട്ട്. സീറ്റൊക്കെ നന്നായിട്ടുണ്ട്, വൈറ്റ് സ്റ്റിച്ചിങ് കോൺട്രാസ്റ്റ് സ്റ്റിച്ചിങ് കളറൊക്കെ കൊടുത്തിട്ട് അത് കുഴപ്പമില്ലാത്ത രീതിയിൽ ഇൻറ്റീരിയർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ആ വണ്ടി. അപ്പോൾ 1,85 നമുക്ക് മുതലാണ്. ഒന്നും കൂടിയും ചെറിയ തോതിൽ പ്രൈസ് കുറയും ചെയ്യും. ഇപ്പോൾ വണ്ടി മുതലാണ്, 2005 മോഡലാണെങ്കിലും കുഴപ്പമില്ല. പിന്നിൽ സ്പീക്കർ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ സ്വിഫ്റ്റിൻ്റെ ഇൻറ്റീരിയറിനെ കുറിച്ച് കൂടുതൽ പറയണില്ല, വണ്ടിയുടെ ഇൻറ്റീരിയർ എങ്ങനെയുണ്ടെന്ന് നോക്കാനാണ്. അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കാര്യങ്ങളൊക്കെയാണ് വണ്ടിക്കുള്ളത്. അപ്പോൾ അങ്ങനെ അപ്പോൾ ഒരു 2005 മോഡൽ ഒരു കാർന്നോര നമ്മൾ കൊണ്ടുവന്നിരിക്കുകയാണ്. ഒരു സ്വിഫ്റ്റ് 1,05,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. പെട്രോൾ വണ്ടിയാണ്. ആസ്കിംഗ് പ്രൈസ് 1,85,000 സ്വിഫ്റ്റ് VSI കേട്ടോ. ഇനി നമ്മൾ അടുത്തത് വരുന്നത് ഒരു എത്തിയോസാണ്. എത്തിയോസിൻ്റെ GD. ഇത് പറയുകയാണെങ്കിൽ 2017 മോഡലാണ്, സെക്കൻഡ് ഓണറാണ്. രജിസ്ട്രേഷൻ വണ്ടി കേട്ടോ. ആദ്യം മഹാരാഷ്ട്ര ആയിരുന്നു, പിന്നെ കേരളത്തിലേക്ക് സെയിം ഓണർ തന്നെ രജിസ്ട്രേഷൻ കൊണ്ടുവന്നിട്ടുള്ളതാണ്. 1,20,000 കിലോമീറ്ററാണ് വണ്ടി ഓടിയിട്ടുള്ളത്. സെക്കൻഡ് ഓണറാണ്, ഡീസലാണ്. ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 5,70,000 5,70,000 രൂപയ്ക്ക് നിങ്ങൾക്ക് എത്തിയോസ് കിട്ടും. 2017 മോഡൽ കേട്ടോ. അപ്പോൾ ഇൻറ്റീരിയർ നമുക്ക് നോക്കാം. ഇൻറ്റീരിയർ ഞാൻ ഡോർ തുറക്കുമ്പോൾ ആദ്യം തന്നെ കണ്ടത് നീല വെളിച്ചത്തിൻ്റെ ഒരു പ്രകടനമൊക്കെ ഉണ്ട് ഇതിൽ. മുന്നിലുണ്ട് നീല വെളിച്ചം, ഒരു ആംബിയൻ ലൈറ്റ്. അങ്ങനെ എത്തിയോസ് ഒരുപാട് പേര് ടാക്സി ഓടിച്ചിട്ടുള്ള വണ്ടിയാണ്. വളരെ റിലയബിളായിട്ടുള്ള ഒരു വണ്ടിയായിരുന്നു എത്തിയോസ്. വളരെ കംഫർട്ടായിരുന്നു ലോങ് ഡ്രൈവൊക്കെ പോകാൻ. അപ്പോൾ എൻ്റെ ഇൻറ്റീരിയറൊക്കെ വളരെ നീറ്റായിട്ടുള്ള ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ എപ്പോഴും കഴിക്കുന്നുണ്ട്. അങ്ങനെ നീറ്റായിട്ടുള്ള സീറ്റും കാര്യങ്ങളൊക്കെയാണ്. ഒരു റെഡ് കളർ കോൺട്രാസ്റ്റ് സ്റ്റിച്ചിങ് കൊടുത്തിട്ടുണ്ട്, അത് ഭംഗിയായിട്ടുണ്ട്. അങ്ങനെ ഒരു 2017 മോഡല്. ഇനി നമുക്ക് ബാക്ക് സീറ്റ് നമുക്ക് നോക്കാം, ബാക്കിൽ എങ്ങനെയുണ്ടെന്നുള്ളതൊന്ന്. അപ്പോൾ നമ്മളിവിടെ കൊടുക്കുന്ന വണ്ടികൾക്കൊക്കെ നമ്മൾ ലോണും ഫിനാൻസും ഷോറൂമുകാർ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ സിബിൽ സ്കോർ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ലോണും കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നെ സ്പീക്കറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു എത്തിയോസിൻ്റെ GD 2017 മോഡൽ, സെക്കൻഡ് ഓണർ, 1,20,000 ഡീസലാണ്. ആസ്കിംഗ് പ്രൈസ് വരുന്നത് 5,70,000 രൂപ. അപ്പോൾ ഇത്രയും വണ്ടികളാണ് നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ കാണിക്കുന്നത്. വീണ്ടും 2 എപ്പിസോഡ് കൂടി വരുന്നുണ്ട്, അത് മറക്കാതെ കാണുക. ഓക്കെ, താങ്ക് യു.